ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എന്ത് എനർജിയാണുള്ളത്, എന്തെല്ലാം ഗൈഡൻസ് ആണ് നമുക്ക് കിട്ടുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? ഓക്കെ, നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ബിയോണ്ട് ഇല്യൂഷനാണ്. ഇത് ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ് കേട്ടോ. അതായത് നമ്മൾ ഒരു ന്യായ പ്രഖ്യാപനം നടത്തുക, അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുകയാണ് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് നമ്മൾ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ എന്താണ് ഈ അതായത് നമുക്ക് ഒരു നീതി ലഭിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുക. നമ്മളെ തന്നെ നമ്മളിലേക്ക് തന്നെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് നോക്കുക. അങ്ങനെ നമ്മൾ ഒരു പ്രതിസ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മളെ തന്നെ വിചാരണ ചെയ്യുകയോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് സ്വയം ആലോചിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് ജഡ്ജ്മെൻറ്റ്. ഇത് രണ്ട് രീതിയിലാകാം. ഒന്നുകിൽ നമ്മളെ മറ്റുള്ളവർ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതും ആകാം. അതായത് നമ്മൾ ചെയ്തൊരു പ്രവർത്തനം, നമ്മൾ ചെയ്തൊരു പ്രവൃത്തി, നമ്മൾ ചെയ്ത ഒരു കാര്യം മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നതാവാം. നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുക, നമ്മളെ മോണിറ്റർ ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിനെ മറ്റുള്ളവർ അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുക, എന്നിട്ട് നിങ്ങളോട് പറയാനും അത് അങ്ങനല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു തരത്തില്ലേ. അതുപോലെ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതാണ്, നമ്മളെ ജഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതെന്ന് പറയുന്നത്, ബിയോണ്ട് ഇല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ കാഴ്ചയ്ക്കപ്പുറത്ത് പല കാര്യങ്ങളുണ്ട്. നമ്മൾ കാണുന്നതെല്ലാമാണ് സത്യം, അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് മാത്രമേ ഉള്ളൂ സത്യം എന്ന് വിചാരിക്കരുത്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് നമ്മളായിരിക്കും ചിലപ്പോൾ മനസ്സിലാക്കാത്തത്. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നും നമ്മൾ അറിയണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അതാണ് ബിയോണ്ട് ഇല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ മായികത, നമ്മുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നമ്മൾ കാണുന്ന അതെല്ലാം മായയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു ജഡ്ജ്മെൻറ്റ്, നമ്മളൊരു ദിവസം എല്ലാത്തിനും ഒരു മറുപടി പറയേണ്ടി വരും എന്ന് പറയത്തില്ലേ, ജഡ്ജ്മെൻറ്റ് ഡേ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലൊരു എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇന്ന് മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് കേട്ടോ. ഒന്നാമത്തെ കാണേ. 2 ടേണിങ് ഇൻ ആണ്. ഇത് നമ്മൾ ചെയ്തൊരു പ്രവൃത്തിയുടെ ഫലം അത് നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഒരു നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക, നമ്മുടെ ഒരു സോൾമേറ്റിനെ കണ്ടെത്താൻ ശ്രമിക്കുക, ഒരു സോൾമേറ്റ് നമ്മളിലേക്ക് വരിക, ഇതൊക്കെയാണ്. അതായത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ് ടേണിങ് ഇൻ പറയുന്നത്. അതുപോലെ നമ്മുടെ ഇന്നർ സെൽഫ്, നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് നമ്മൾ എന്താണെന്നുള്ളൊരു വ്യക്തമായ ധാരണ നമുക്ക് കിട്ടുന്നു. നമ്മുടെ സോളിനെ കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടുന്നു എന്നുള്ളതൊക്കെയാണ് ടേണിങ് ഇൻ. ഇത് നമ്മുടെ ഒരു സോൾമേറ്റ് നമ്മളിലേക്ക് വന്ന് ചേരുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളൊരു നമ്മൾ ചെയ്ത പ്രവൃത്തികളെ ഇല്ലേ, നമ്മൾ തന്നെ നോക്കും, നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് അത് നമ്മളെടുത്ത തീരുമാനം ശരിയായിരുന്നു. ശരിക്കും ജഡ്ജ്മെൻറ്റും ടേണിങ്ങിനും ഏകദേശം ഈ പറഞ്ഞ ബിയോണ്ട് ഇല്യൂഷനും അതുപോലെ ടേണിങ്ങിനും ഓൾമോസ്റ്റ് ദ സെയിം മീനിങ് ആണ്. രണ്ടും ഉള്ളിലേക്ക് നോക്കുക എന്നാണ്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമ്മൾ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ഒരു ന്യായമാണോ ചെയ്തത്, ഇത് ചിലപ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നുക. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നുക, അത് നമ്മളത് ചെയ്ത തീരുമാനം അല്ലെങ്കിൽ എടുത്ത തീരുമാനം തെറ്റിപ്പോയി എന്ന് തോന്നുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും. ശോ, എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടൊരു തീരുമാനം എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ എന്നാലും ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ എന്നോർത്ത് നമുക്കൊരു റിഗ്രറ്റ് വരിക, അല്ലെങ്കിൽ അങ്ങനെ വരാൻ പാടില്ലായിരുന്നു എന്നോർത്തിട്ടൊരു ഡിസപ്പോയിൻമെൻറ്റ് വരിക. അപ്പോൾ എന്തോ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചത് നടക്കാതെ വരുമ്പോൾ നമുക്കൊരു നിരാശ വരുമല്ലോ, ആ ഒരു എനർജിയാണ് ടേണിങ് ഇൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഞാൻ ചെയ്തതിൽ എവിടെയാണ് തെറ്റ് എന്ന് നമ്മൾ നോക്കുന്ന ഒരു എനർജിയാണ് ടേണിങ് ഇൻ കേട്ടോ. നമ്മുടെ ഉള്ളിലേക്ക് നോക്കുവാണ്, നമ്മൾ ചെയ്യുന്നത് എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ നോക്കുന്ന ഒരു എനർജിയാണ് ടേണിങ് ഇൻ എന്ന് പറയുന്നത് കേട്ടോ. ഒരു നിരാശ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിനോട് ദുഃഖിച്ചിരിക്കുന്ന ഒരവസ്ഥ, അതൊക്കെയാണ്. പക്ഷെ അവിടെയൊക്കെ എന്താണെന്നറിയാമോ, നമ്മൾ തീരുമാനം എടുത്തപ്പോൾ തെറ്റിപ്പോയത് കൊണ്ടാണ്. നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം, തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു 1000 വട്ടം ആലോചിക്കണം. പക്ഷെ തീരുമാനം എടുത്തതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ആലോചിക്കേണ്ടി വരരുത്. അപ്പോൾ എപ്പോഴും നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം, നമ്മളെടുക്കുന്ന ഒരു തീരുമാനവും നാളെ നമുക്ക് വിനയായിട്ട് വരരുത്. അപ്പോൾ ഇതിൽ നമ്മളൊരു കാര്യം പഠിക്കുകയാണ് ചെയ്യേണ്ടത്.
ഞാൻ ചെയ്ത അല്ലെങ്കിൽ ഞാൻ എടുത്തൊരു തീരുമാനം എവിടെയോ പാളിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇനിമേൽ ഞാൻ തീരുമാനം എടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അപ്പോൾ ഒരു ചെറിയൊരു നിരാശയിലൊക്കെ ഇരിക്കുന്നുണ്ട്. ചിലപ്പം നമ്മൾ ഒരു ഹെൽപ്പ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഹെൽപ്പ് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു, അത് നടക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു നിരാശ വരുമല്ലോ, നമ്മൾ ആഗ്രഹിച്ചിരുന്നിട്ട് സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു നിരാശ. അതാണ് ടേണിങ്ങിന് കേട്ടോ. ദെൻ റിബലാണ്. ഇതെന്ന് പറയുന്നത് ഇത് ടെമ്പറൻസിൻ്റെ കാർഡാണ്. ഇത് ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ ബാലൻസിലേക്ക് കാര്യങ്ങൾ വരുമെന്നാണ്. അപ്പോൾ നിങ്ങൾ നിരാശയിലൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ നിങ്ങളുടെ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടു പോവുക, അതിപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു സാധനം എവിടെയെങ്കിലും വെച്ചിട്ട് അത് കാണുന്നില്ല, അപ്പോൾ നമുക്ക് കടുത്തൊരു നിരാശ വരും. നമ്മൾ എവിടെയെങ്കിലും പോകാനിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ സാധനം തേടുന്നത്. അപ്പോൾ അത് കാണാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു നിരാശ ഉണ്ടല്ലോ, നമ്മൾ പിന്നെ അവിടെയൊക്കെ തേടി നടക്കും. അവസാനം നമുക്കത് കിട്ടുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടല്ലോ, ഒരു ബാലൻസിലേക്ക് വരിക എന്ന് പറയുന്ന ഒരു എനർജിയാണ് റിബൽ എന്ന് പറയുന്നത്. നമ്മൾ ഒരു കോംപ്രമൈസിലേക്ക് വരിക, ഒരു ബാലൻസിലേക്ക് കാര്യങ്ങൾ വരിക എന്നുള്ളതാണ് കേട്ടോ. അവിടെ ഒരു നമ്മൾ റിബലായി നിന്നിട്ട് കാര്യമില്ല, ആ സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ച് നമ്മൾ അതിലോട്ട് ചേർന്ന് നിൽക്കുക എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് കേട്ടോ. അതൊരു ബാലൻസിലേക്ക് വരാൻ പറ്റും എന്നാണ് കാണുന്നത്. എന്ത് അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ അത് പൈസയുടെ പേരിലാണെങ്കിലും ശരി, റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി, ഇനി അതല്ല കരിയറിൽ ഓവർ വർക്കിൻ്റെ കാര്യത്തിലായാലും ശരി, എന്തായാലും നിങ്ങൾക്ക് ഒരു ബാലൻസിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും. നിങ്ങളുടെ കയ്യിൽ കാര്യങ്ങൾ ഹാൻഡബിൾ ആക്കും, നിങ്ങൾക്ക് കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലേക്ക് പ്രശ്നങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കിട്ടും. ദെൻ ടോട്ടാലിറ്റിയാണ്. ഇത് ഞാണിന്മേൽ കളി എന്നൊക്കെ പറയുന്നൊരവസ്ഥയാണ്. അതായത് ചിലപ്പോൾ ചുറ്റുമുള്ള ആളുകൾ നമ്മളെ ചിലപ്പോൾ ചതിക്കാനൊക്കെ സാധ്യതയുണ്ട്, വഴക്കുണ്ടാക്കുന്ന ഒരു എനർജിയൊക്കെയാണ് ഇത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ കാര്യം നോക്കി പോകുക എന്നുള്ളതാണ്. മറ്റുള്ളവർ നമുക്ക് ചുറ്റും നിന്നുകൊണ്ട് എന്താണ് നമുക്കെതിരെ പ്രവർത്തിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ മറ്റുള്ള ആളുകൾ എന്തോ പറഞ്ഞോട്ടെ, അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ 100% നീതി പുലർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ളവർ നമുക്കെതിരെ ഇന്ന പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേട്ടോ. ഇതൊരു വഴക്കിൻ്റെ കോൺഫ്ലിക്റ്റിൻ്റെ ഒക്കെ എനർജിയാണ് ടോട്ടാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് നിന്നാൽ ചിലപ്പോൾ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകും. പക്ഷെ ഒരുമിച്ച് നിൽക്കുന്ന പോലെ അല്ല ഇവിടെ കാണുന്നത്, സ്പ്ലിറ്റായി നിൽക്കുന്നത് പോലെയും. ചിലപ്പോൾ ഒരാൾ അയാളുടെ ഇവിടെ ഇത് കണ്ടാൽ അറിയാം, ശരിക്കും ഇവിടെ ഏറ്റവും ട്രസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ഈ ട്രപ്പീസ് കളിക്കുക എന്ന് പറഞ്ഞാൽ, സർക്കസിൽ ട്രപ്പീസ് കളിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരാൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാൾ കൈവിട്ടാനുള്ള അവസ്ഥ എന്താണ്? മറ്റേ ആൾ തലകുത്തി താഴെ വീഴും. അപ്പോൾ ജീവൻ പോലും അപകടത്തിലാകാൻ സാധ്യതയുണ്ട്. അതായത് കൂടെ നിൽക്കുന്ന ആളെ വിശ്വസിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു എനർജിയാണ് 5 ഓഫ് വാണ്ട് എന്ന് പറയുന്നൊരു എനർജിയാണ് ഈ ടോട്ടാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സ്വന്തം സേഫ്റ്റി നോക്കി നിൽക്കുക. ചുറ്റുമുള്ള ആളുകൾ അവരെ ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അവരോട് നീതിയോ അനീതിയോ കാണിക്കേണ്ട, അവരവരുടെ രീതി ചെയ്തോട്ടെ, നമ്മൾ നമ്മുടെ സേഫ് സോൺ നോക്കി നിൽക്കുക എന്നുള്ളതാണ് ടോട്ടാലിറ്റി പറയുന്നത്. ദെൻ വീണ്ടും റിബലാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ഒരു ഈഗോ, ഇത് ചിലപ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ മേലധികാരികൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കൈവിട്ട് കളയുന്നതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ മേലൊരു ആരോപണം വരുമ്പോൾ അത് ഞാനല്ലാതെ ഇവനാണ് എന്ന് പറഞ്ഞ് ചിലർ തടി കൂരുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മേലധികാരി ആയാലും ശരി, കൂടെ നിൽക്കുന്നവരായാലും ശരി, ആരായാലും ശരി, നിങ്ങളെപ്പോഴും നിങ്ങളുടെ സേഫ് സോൺ മാത്രം നോക്കിയാണ് നിൽക്കേണ്ടത്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങളുടെ മേലധികാരി ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് അധികാരം കാണിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈഗോ കാണിക്കാൻ സാധ്യതയുണ്ട്. അവർ നിങ്ങളെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ മറ്റുള്ളവരുടെ ഈഗോ നമ്മൾ എടുത്ത് തലയിൽ വെക്കണ്ട. അപ്പോൾ നമ്മുടെ ഈഗോയും വർക്ക് ചെയ്താൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ മറ്റുള്ളവരോട് റിബൽ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. റിബൽ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല, മറ്റുള്ളവരുടെ ശത്രുത സമ്പാദിക്കാം എന്നുള്ളതേ ഉള്ളേ. ഇത് ലെറ്റിംഗ് ഗോയാണ്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വിട്ട് കളയാന്നുള്ളതാണ്. നമുക്ക് വേണ്ടാത്ത ഒരു കാര്യവും നമ്മൾ നമ്മുടേതാക്കി വെക്കണ്ട. നമ്മുടേതല്ല എന്ന് ഉറപ്പ് വരുവാണെങ്കിൽ നമ്മൾ പതുക്കെ അതിനെ പെട്ടെന്നൊരു ദിവസം നമ്മൾ നമ്മുടേതാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യത്തിനെ, ഒരു വസ്തുവിനെ, ഒരു ആളെ, അല്ലെങ്കിൽ ഒരു എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ഒരു ജോലിയായിരിക്കാം, പണമായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം, അതെന്തോ ആയിക്കോട്ടെ, നമ്മുടേതെന്ന് വിചാരിച്ചായിരിക്കും നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടേതല്ല എന്ന് ബോധ്യപ്പെടുന്ന നിമിഷത്തിൽ നമ്മൾ പതുക്കെ അത് നമ്മുടേതല്ല എന്ന സത്യം മനസ്സിലാക്കുക, അതിനെ വിട്ട് കളയാൻ പഠിക്കുക എന്നുള്ളതാണ്.
പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് നമ്മുടേതെന്ന് വിചാരിക്കുന്ന എന്ത് സാധനവും മറ്റൊരാൾക്ക് വിട്ടു കൊടുക്കാനോ നമ്മുടേതല്ലെന്ന് വിചാരിക്കാനോ പറ്റത്തില്ല. അപ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ ആ സത്യം അംഗീകരിക്കുക, പതുക്കെ പതുക്കെ അവിടെ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ലെറ്റിംഗ് ഗോ പറയുന്നത്. സമയമാകുമ്പോൾ എല്ലാം നമ്മുടെ അടുത്ത് നിന്ന് പോകും. എല്ലാത്തിനും ഒരു സമയപരിധിയുണ്ട്. എന്തോ ആയിക്കോട്ടെ അതിനൊരു സമയപരിധിയുണ്ട്. നമ്മളിലേക്ക് വരുന്ന എന്ത് കാര്യവും നമ്മളിൽ നിന്ന് പോകാനൊരു സമയപരിധിയുണ്ട്. അപ്പോൾ ആ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടേതാക്കി വെക്കാനും ഉപയോഗിക്കാനും അല്ലെങ്കിൽ അതിനെ ആസ്വദിക്കാനും മാത്രമേ പറ്റുള്ളൂ. അതിനുശേഷം അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും, ഉറപ്പായിട്ടും പോകും. ഇന്ന് നമ്മുടെ ആണെങ്കിൽ നാളെ അത് മറ്റൊരാളുടെ ആണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇത് നമ്മുടേതല്ല എന്ന് ബോധ്യപ്പെട്ടാൽ പതുക്കെ പതുക്കെ അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാവുക, മനസ്സുകൊണ്ട് തയ്യാറാവുക, അതിനെ വിട്ടുകളയുക എന്നുള്ളതാണ് കേട്ടോ. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടു പോകുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിന് വിട്ട് കളഞ്ഞേക്കുക. അത് എൻ്റെ എല്ലാം ബോധ്യം ഉണ്ടെങ്കിൽ അത് വിട്ട് കളയാൻ നിങ്ങൾ തയ്യാറായി ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ചില ആളുകളോടായിരിക്കാം, ചില സാധനങ്ങളോടായിരിക്കാം. അപ്പോൾ നമ്മളതിനെ നമ്മുടെ ആവശ്യം കഴിഞ്ഞു അല്ലെങ്കിൽ നമുക്ക് ഇനി ഇതുകൊണ്ട് മേൽ പ്രയോജനമില്ല എങ്കിൽ നമ്മളത് ഒന്നുകിൽ മറ്റുള്ളവർക്ക് കൊടുത്തൊഴിവാക്കുക, അല്ലെങ്കിൽ നമ്മളത് നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് കളയുക എന്നുള്ളതാണ്. യൂസ് ആൻഡ് ത്രോ എന്നുള്ളതല്ല കേട്ടോ, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മുടേതല്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യവും നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച് അതുകൊണ്ടുണ്ടാകുന്ന വേദന അനുഭവിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അതിനെ വിട്ട് കളയണം എന്നാണ് ലെറ്റിംഗ് ഗോ പറയുന്നത്. പിന്നെ വരുന്നത് അബണ്ടൻസ് ആണേ. ഇതെന്ന് പറയുന്നത് ധാരാളം പണം വരുന്നു എന്നാണ് കേട്ടോ. ഇത് ധാരാളം പണം, നമുക്ക് ആവശ്യമുള്ള അത്രയും പണം നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. പണം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഇടങ്ങളിൽ നിന്നായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് പണം കിട്ടും. ഇതിനകത്തൊരു കുഴപ്പമെന്നാന്ന് വെച്ചാലേ, ഇത് ചിലപ്പോൾ നമ്മൾ പലയിടത്തുനിന്ന് പണം നമ്മൾ കയ്യിലേക്ക് വന്നിട്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം നിർബന്ധമില്ല. നമ്മുടെ കയ്യിൽ പണം വന്ന് നിറയും, പക്ഷെ അത് വേറൊരിടത്തേക്ക് പോകുമായിരിക്കും ചെയ്യുന്നത്. എന്നാലും പണം നമ്മളിലേക്ക് വരും, അബണ്ടൻ്റ് ആവും, നമ്മൾ അബണ്ടൻസിൽ നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരും, പക്ഷെ നമുക്കത് ഉപയോഗിക്കാൻ എടുത്ത് നമ്മുടേതെന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറ്റണമെന്നില്ല. എന്നാലും ധാരാളം പണം വന്ന് കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അബണ്ടൻസ് ആണ് കേട്ടോ, അബണ്ടൻ്റ് ആയിട്ടിരിക്കാൻ പറ്റും എന്നാണെന്നുണ്ടെങ്കിൽ ധാരാളം പണം വരുമെന്നാണ് കേട്ടോ. സുഖലോലുപതയിൽ ഇരിക്കാൻ പറ്റുമെന്നാണ് കേട്ടോ. തന്നെ ക്രിയേറ്റിവിറ്റിയാണ് ഇത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമില്ല. ക്രിയേറ്റിവിറ്റിയാണ്, അതായത് നമ്മൾ നമ്മുടെ ഏറ്റവും പ്രൊഡക്റ്റീവായ രീതിയിൽ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഇടം നമ്മൾ നമ്മുടേതാക്കി വെക്കുക, നമ്മൾ അതിൽ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കുക, അതൊക്കെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വീട് വൃത്തിയാക്കി സൂക്ഷിക്കുന്നതോ വീടിൻ്റെ മൊത്തത്തിലൊരു മാറ്റം വരുത്തുന്നതോ റീഅറേഞ്ച്മെൻറ്റ് വരുത്തുന്നതോ ഒക്കെ ആയിരിക്കും. ഇനി അത് ഓഫീസിലാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇടമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ഒരു സ്വഭാവമായിരിക്കാം, അങ്ങനെ അതിൽ മാറ്റം വരുത്തുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജിയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇത് ഫെർട്ടിലിറ്റിയുടെയും മദർഹുഡിൻ്റെയും കൂടെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവോ, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും പർച്ചേസ് ചെയ്യുവോ, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുവോ, അവർക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് കേട്ടോ. മദർഹുഡിൻ്റെ എനർജിയാണ്. പിന്നെ ഫെർട്ടിലിറ്റിയുടെയാണ്. അപ്പോൾ പ്രഗ്നൻസി ഒക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന വാർത്തകളൊക്കെ കേൾക്കാൻ സാധ്യത ഉണ്ടെന്നാണ് കേട്ടോ. അത്തരത്തിലുള്ളൊരു എനർജി ഉണ്ട്. പിന്നെ ഇതും ഈ പറഞ്ഞ പോലെ അബണ്ടൻസിൻ്റെ കാർഡാണ്. പിന്നെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നു ചേരാൻ സാധ്യത കൂടുതലുള്ളൊരു എനർജിയാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ വളരെ ഹൈ എനർജിയിൽ ഇരിക്കുന്ന ഒരു ദിവസം എന്നാണ് ക്രിയേറ്റിവിറ്റി പറയുന്നത് കേട്ടോ. സക്സസ് ആണ് ഇത്. പറഞ്ഞ പോലെ നമ്മളിന്ന് സക്സസ് ആൻഡ് വിക്ടറി ഉണ്ട്. നമ്മൾ മറ്റുള്ളവരാൽ ആദരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെയ്തൊരു വർക്കിനെ, ഒരു പ്രവൃത്തിയെ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. കൊള്ളാം, നീ ഇത് നന്നായിട്ട് ചെയ്തല്ലോ എന്ന് മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നതായിരിക്കാം. നമുക്കതിന് അപ്രീസിയേഷൻ കിട്ടുന്നതായിരിക്കാം. നമ്മുടെ പേരെടുത്ത ആളുകൾ പറഞ്ഞ് പ്രശംസിക്കുന്നതായിരിക്കാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ സക്സസ്ഫുൾ ആയി, വിക്ടോറിയസ് ആയി എന്നുള്ളതാണ് കേട്ടോ. കണ്ടല്ലേ, പുലിയുടെ പുറത്തൊക്കെ കയറി വരണമെങ്കിൽ അത്രത്തോളം കറേജിയസ് ആയിട്ട്, ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരുപാട് റിസ്ക് എടുത്ത് നിങ്ങളൊരു പ്രവൃത്തി പൂർത്തിയാക്കി അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ഒരു ദിവസമാണ്. അതുപോലെ നിങ്ങളെ മറ്റുള്ളവർ അതിൻ്റെ പേരിൽ പ്രകീർത്തിക്കാനും സാധ്യതയുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളൊരു വിവാഹ മംഗള കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതായിരിക്കാം, ഒരു ഗ്യാതറിങ്ങിൽ പങ്കെടുക്കുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങളെ തന്നെ അനുമോദിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഒത്തുകൂടുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തായാലും ഒരു കല്യാണം പോലുള്ള, അല്ലെങ്കിൽ കല്യാണമോ അത്തരത്തിലുള്ള എന്തോ ഒരു ഫംഗ്ഷനിൽ നിങ്ങൾ പങ്കെടുക്കുന്ന പോലെ കാണുന്നുണ്ട്. അവിടെ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ ആദരിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു മീറ്റിങ്ങൊക്കെ കൂടുന്നതോ ഒരു ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതോ അത്തരത്തിലുള്ള എനർജി ആവാനും സാധ്യതയുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ പരസ്പരം കാണുകയും ഒരുമിച്ച് യാത്ര ചെയ്യുകയും അടുത്തിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയും കൂടിയാണ്. അപ്പോൾ അത്തരത്തിലൊരു റീയൂണിയനും കൂടി ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ.
ദെൻ ലാസ്റ്റ് കാർഡ് വന്നിട്ട് ബേർഡനാണ്. ഇത് ഒരാൾ, അയാളുടെ പുറത്തൊരു മനുഷ്യൻ, അതിൻ്റെ പുറത്തൊരു കോഴി. അപ്പോൾ എന്തായാലും താഴെ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് അതൊരു വലിയ ബേർഡനാണ്. അതായത് നമ്മൾ മറ്റുള്ളവരുടെ ഭാരവും കൂടെ എടുത്ത് ചെയ്യുക എന്നുള്ളതാണ്, മറ്റുള്ളവരുടെ ഭാരവും കൂടെ നമ്മൾ ചുമക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നും ചെയ്യുന്നതല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മളിന്ന് ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ ഒരുപാട് ബാധ്യതപ്പെട്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് എടുത്താൽ പൊങ്ങാത്തത്രയും ഭാരം, എടുത്താൽ പൊങ്ങാത്തത്രയും ബാധ്യത എടുത്ത് തലയിൽ വെച്ചിട്ട് നമ്മളൊരു യാത്ര പോകുന്ന എനർജിയാണ് കേട്ടോ. നമ്മൾ വല്ലാതെ ടയേർഡാവും. നമുക്ക് പോകേണ്ട ദൂരം വളരെ അകലെയായിരിക്കും, പക്ഷേ നമ്മുടെ തലയിലിരിക്കുന്ന ഭാരം വളരെ അധികമായിരിക്കും. അപ്പോൾ നമ്മൾ പോകുന്ന യാത്ര വളരെ പരിചിതമായിട്ടുള്ളൊരു യാത്രയായിരിക്കും. അപ്പോൾ ഇന്നൊരു യാത്രയുണ്ട്, പക്ഷേ അതത്ര ഹാപ്പി ആയിട്ടുള്ള യാത്രയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കാണുന്നില്ല. എന്നാൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും പറ്റത്തില്ല. കാരണം നമുക്ക് ഈ അവസ്ഥയിൽ നിന്ന് മാറേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന വീട്ടിൽ വാടക കൂടുതലാണ്, നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ യാത്ര ചെയ്ത് പോകും, മറ്റൊരു കുറച്ച് റെൻറ്റ് കുറഞ്ഞൊരു വീട്ടിലേക്ക് മാറി താമസിക്കും. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഓവർ ബേർഡനാണ്, നമുക്ക് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരു ജോലി സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് പോകുക, ഷിഫ്റ്റ് ചെയ്യുകയോ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ആ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിക്ക് പോകും. ഇനി നമുക്ക് കുറച്ച് കടബാധ്യതയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ഫിനാൻഷ്യൽ ഗെയിൻ കിട്ടുന്നത്. ഇപ്പോൾ വിദേശത്തൊക്കെയാണ് നല്ലൊരു ഓഫർ വരുന്നതെങ്കിൽ നമ്മൾ വിദേശത്തേക്കൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ സമാധാനമില്ലാത്ത ഒരിടത്തുനിന്ന് സമാധാനമുള്ള പോകുവാണ്, പക്ഷെ നമ്മുടെ തലയിൽ ഭാരമാണുള്ളത്. അത്തരത്തിലുള്ളൊരു യാത്ര ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. കുറച്ചൊരു ദുരിതം പിടിച്ചൊരു യാത്ര ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ്. അപ്പോൾ യാത്ര പോകുന്ന ആളുകൾ നിങ്ങൾ പോകുന്ന വഴിയിൽ ഉണ്ടാകാൻ ഇടയുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള പ്രിക്കോഷൻസുമായിട്ട് വേണം പോകാൻ. ഫുഡ്, വെള്ളം, മരുന്ന്, അതുപോലെ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എടുത്തുകൊണ്ട് വേണം പോകാൻ. പോകുന്ന വഴിയിൽ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതൊക്കെ ഒരു ഗൈഡൻസ് ആണ്. ഇത്തരത്തിൽ ആളുകൾ നമ്മളോട് പെരുമാറാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മുന്നൊരുക്കങ്ങൾ എടുത്തു പോകുക എന്നുള്ളതാണ് കേട്ടോ. ദെൻ ബോട്ടം വന്നിരിക്കുന്നത് സൈലൻസ് ആണ്. നമ്മളിലേക്ക് തന്നെ നോക്കാനാണ് പറയുന്നത്. നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക, നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക, നമ്മുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടേതായ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് നല്ലത് മാത്രമാണ് വരുന്നത്, അല്ലെങ്കിൽ വരുന്ന എല്ലാ നന്മകളും നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരാൻ, നല്ലത് മാത്രം നമ്മളിലേക്ക് വന്നു ചേരാനുള്ള പ്രാർത്ഥന ഉണ്ടാവുക. തെറ്റായ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നാൽ അത് നമ്മളെ വേദനിപ്പിക്കാത്ത രീതിയിൽ നമ്മളിൽ പാഠങ്ങൾ പഠിപ്പിച്ച് കടന്നു പോകാനായിട്ട് അനുവദിക്കുക. അങ്ങനെയെല്ലാം ചെയ്യണം. അതെല്ലാമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് എപ്പോഴും നല്ലത് മാത്രം വരണമെന്ന് പറഞ്ഞാൽ നല്ലത് മാത്രമല്ല, നല്ലതല്ലാത്തതും വരും. അപ്പോൾ നല്ലതല്ലാത്തത് വന്നാൽ എനിക്കതിനെ ഓവർകം ചെയ്യാനും വേദനിപ്പിക്കാതെ എന്നെ കടന്നത് പോകാനും അനുവദിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അപ്പം അത്തരത്തിലുള്ളൊരു അഫർമേഷനാണ് നിങ്ങളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് കേട്ടോ. പോസിറ്റീവ് ആയിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. പോസിറ്റീവ് എപ്പോഴും നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പറ്റുന്ന സമയങ്ങളിലെല്ലാം ചിരിക്കുക, പുഞ്ചിരിക്കുക. നമ്മളിപ്പോൾ ഒരു എവിടെ ആണെങ്കിലും നമ്മൾ ആളുകളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ആളുകൾ, നമ്മളെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് നമ്മളെക്കുറിച്ചുണ്ടാകുന്ന ഒരു ഇമേജ് വളരെ വേറെ വ്യത്യാസമായിരിക്കും. അതേസമയം നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ നമ്മൾ ചിരിക്കുവാണെങ്കിൽ നമ്മളോട് അവർക്കൊരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് തോന്നാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ എവിടെ ആയാലും, നിങ്ങൾ ചെയ്യുന്ന ജോലി ഏത് തന്നെയായാലും നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവുമില്ല. നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. ചിരിക്കുമ്പോൾ ചിരി പടർത്തും എന്നാണ്. കരയുമ്പോൾ കരച്ചിൽ പടർത്തും എന്നുള്ളതല്ല, കരയുമ്പോൾ കരച്ചിലിനെ നമ്മൾ ഷെയർ ചെയ്തെടുക്കും, വേദനയെ നമ്മൾ പങ്കിട്ടെടുക്കും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, പുഞ്ചിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. വേദന അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനുള്ള സമയത്ത് ആ ടെൻഷനുള്ള സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇന്നങ്ങനെ ആർക്ക് വേദനയൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. എന്തെങ്കിലും വേദന ആർക്കെങ്കിലും വരുവാണെങ്കിൽ തന്നെ അത് ജസ്റ്റ് ഒന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡോ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് എ മിനിറ്റൊക്കെ ഉള്ളൂ. ഒന്നും കുഴപ്പമില്ല, ബാലൻസിലേക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം എന്തുകൊണ്ടത് വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഇതാണ് ഈ വീഡിയോയിൽ ഇന്നത്തെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. ബോട്ടം കാർഡ് പറയുന്നതിന് സൈലൻസ് ആണ്. നമ്മളൊന്ന് സൈലൻ്റ് ആയിട്ടിരുന്ന് നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന്, നമുക്കുള്ള ഉത്തരം എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. പ്രതീക്ഷയോടുകൂടി ഇരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ. വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.